എപ്പോഴും സ്നേഹത്തിന്റെ ഭാഷ വേണം, എപ്പോഴും നന്മയുടെ സഹകരണം വേണം. ഏതെങ്കിലും ഭാഗത്ത് കുറവുകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കണം, കൂടെ നിന്ന് സഹായിച്ചു കൊടുക്കണം, ഒത്താശകൾ ചെയ്തു കൊടുക്കണം, ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. സ്നേഹത്തിന് എന്തെല്ലാം കാരണമാകുന്നോ അതൊക്കെ ഇരുവരിൽ നിന്നും ഉണ്ടാകണം. ഒരിക്കലും നമ്മൾ അടിമകളാക്കി വെക്കുന്ന ആളുകളാകരുത് നമ്മുടെ ഇണകൾ. നമ്മുടെ ഇണകൾ അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്തുകളാണ്, സൂക്ഷിപ്പ് സ്വത്തുകളാണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, നിങ്ങളെ കൈവശം 10 പവൻ സ്വർണം ഒരാൾ ഏൽപ്പിച്ചാൽ, ഒരു 10 മാസം കഴിഞ്ഞിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞേൽപ്പിച്ചാൽ എത്ര സൂക്ഷ്മതയോടെ നിങ്ങളത് നോക്കും. ഇടക്കിടക്ക് നിങ്ങൾ എടുത്തു നോക്കൂലേ, ആ പെട്ടിക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഇത് പലരും തുറക്കുന്നതാണ്, ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? കാരണം സ്വന്തമല്ലല്ലോ, ആരാന്റെതല്ലേ? അല്ലാഹു അവന്റെ അമാനത്ത് ഏൽപ്പിച്ചതാണ്. നമ്മെ നമ്മുടെ ഇണകൾ നല്ല നിലക്ക് പോറ്റി വളർത്താനാ, നല്ല സ്നേഹം കൊടുക്കാനാ, നല്ല സഹകരണം കൊടുക്കാനാ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞിട്ടുണ്ട്. അതേ, ഇസ്തൗസു ബിന്നിസാഇ ഖൈറാ, സ്ത്രീകളോട് നന്മ ഉപദേശിക്കണം. ഫഇന്നഹുന്ന ഖുലിഖന മിൻ ളിലഅ്, പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകളെ പടക്കപ്പെട്ടത് വാരിയെല്ലിൽ നിന്നാണ്. വാരിയെല്ലിൽ ഏറ്റവും വളഞ്ഞ എല്ലിൽ നിന്നാ പടക്കപ്പെട്ടത്. ആ സ്ത്രീകൾക്ക് വല്ല മനോവശമവും വരുമ്പോ അത് കത്തിക്കാതെ നിങ്ങളത് ആ വിഷമം മാറ്റാൻ നിങ്ങൾ തുനിയണം. അവർക്ക് എന്തെങ്കിലും മാനസിക പ്രതിസന്ധി വരുമ്പോ, രോഗഗ്രസ്തരായവർ കടിയുമ്പോ വിഷമം നീക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നന്മ നിറഞ്ഞ വാക്ക് പറയണം, ഒരിക്കലും കറവീഴുന്നൊരു വാക്ക് പറയരുത്. അല്ലാഹു തന്ന അമാനത്താണ്, അതിന് കേടുപാട് സംഭവിച്ചുകൂടാ. നമ്മളെ സ്വഭാവക്കേട് കൊണ്ട് മോശമായി കൂടാ. നമ്മുടെ സ്വഭാവം പോരാത്തവരാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഭാര്യമാര് ചിന്തിക്കുകയാണ്, പടച്ചോനെ എത്ര കാലം ഞാൻ ഇതിന്റെ കൂടെ ക്ഷമിച്ച് സഹിച്ചെങ്ങനെ കഴിയണം. എന്നും വീട്ടിലേക്ക് വരും, വിഴുപ്പലക്കുന്ന വാക്കുകൾ മാത്രം പറയും, കേറിക്കടന്നിട്ട് ആവശ്യങ്ങൾ പൂർത്തീകരിക്കും. അങ്ങനെ രാവിലെ അങ്ങ് പോകും. പിന്നെ ഉച്ചക്കെങ്ങാനും വന്നാൽ ഭീതിയാണ്, എന്തെങ്കിലും പറഞ്ഞേക്കുമോ എന്നുള്ള പേടിയാണ്. എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞാൽ ഒരു കുരച്ച് ചാട്ടമാണ്. രണ്ടാമത്തെ ഒന്ന് പറയാൻ കഴിയൂല. എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാല് 10 കൊല്ലം പറയണം ഒരാവശ്യം സാധിച്ചു കിട്ടണമെങ്കിൽ. നഊദു ബില്ലാഹ്. നിങ്ങൾ നോക്ക്, ഭാര്യമാരെ ആക്ഷേപിക്കുന്നവരുണ്ട്, അവർ ചില്ലറ ഭക്ഷണം കഴിച്ചു കൂടുന്നവരാണ്.